ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കൊറോണ വർദ്ധിക്കുന്നു. ആശങ്കയിൽ തന്നെയാണ് കേരളം. പുതിയ വകഭേദമായ JN.1 കഴിഞ്ഞ ദിവസം കേരളത്തിലും സ്ഥിരീകരിച്ചു. ഒപ്പം ഇന്നലെ ഒരു കൊറോണ മരണവും ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, മഴ ശക്തമാകാനുള്ള സാധ്യതകളും സംസ്ഥാനത്ത് കാണുന്നുണ്ട്. ഈ രണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായിട്ട് രശ്മി നമ്മളോടൊപ്പമുണ്ട്. രശ്മി, ചെറിയൊരു ഇടവേള, അതിനുശേഷം വീണ്ടും കൊറോണ പിടിമുറുക്കുക തന്നെയാണ് കേരളത്തിൽ. ഒരു മരണം കൂടെ ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം പുതിയൊരു വകഭേദവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊറോണ ബാധിതരുടെ എണ്ണം കേരളത്തിൽ വർദ്ധിക്കുകയാണ്. കോഴിക്കോട് കഴിഞ്ഞ ദിവസമാണ് കൊറോണ ബാധിച്ച ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ അത് 1180ഓളം കേസുകളാണ്. അതിൽ 1130 കേസുകളും കേരളത്തിലാണ് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. 38 രാജ്യങ്ങളിലാണ് ഈ ഒമിക്രോണിന്റെ വകഭേദമായ JN.1 സ്ഥിരീകരിച്ചിരിക്കുന്നത്. കേരളത്തിലും സ്ഥിരീകരിച്ചൊരു സാഹചര്യമുണ്ട്. ഇത് സംസ്ഥാന ആരോഗ്യവകുപ്പ് അത് ഗൗരവമായി കാണാത്തൊരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. മറ്റെന്തെങ്കിലും അസുഖവുമായി ആശുപത്രിയിൽ എത്തുന്നവർക്ക് ഈ കൊറോണ പരിശോധന നടത്തുമ്പോഴാണ് അത് പോസിറ്റീവ് ആണ് എന്നുള്ളത് കണ്ടെത്തുന്നത്. ഇന്നലെയും 33 പേർക്കാണ് സംസ്ഥാനത്ത് കൊറോണ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. വളരെ ഗൗരവമായി തന്നെ കാണണം എന്നുള്ളതാണ്. കാരണം JN.1 വ്യാപന ശേഷി വളരെ കൂടുതലാണ്. ഒരേ സമയം തന്നെ അത് വളരെ പെട്ടെന്ന് കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കുന്നു. മരണനിരക്ക് കുറവാണെങ്കിലും വളരെ ജാഗ്രതയോടുകൂടി ഇതിനെ കാണണം എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും അതേ നിർദ്ദേശം തന്നെ സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു പ്രതിരോധം പരിശോധനകൾ ഉൾപ്പെടെ വ്യാപിപ്പിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണം നടത്തുകയോ ഇപ്പോൾ നിലവിൽ കൊറോണയുടെ സാഹചര്യം എന്താണെന്നുള്ളത് വിശദീകരിക്കാനോ ആരോഗ്യമന്ത്രി ഇതുവരെയും തയ്യാറായിട്ടില്ല. നവകേരളയുടെ തിരക്കിലാണ് ആരോഗ്യമന്ത്രി ഉള്ളത്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖല ഏതാണ്ട് പൂർണ്ണമായും താളം തെറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. പകർച്ചവ്യാധികൾ ഉൾപ്പെടെ കൊറോണയോടൊപ്പം തന്നെ പകർച്ചപ്പനി, ഡെങ്കിപ്പനി, എലിപ്പനി ഉൾപ്പെടെയുള്ളവ വലിയ രീതിയിലാണ് സംസ്ഥാനത്ത് വ്യാപിക്കുന്നത്. മരണനിരക്കും വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഡെങ്കിപ്പനി ഉൾപ്പെടെ ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. പക്ഷേ അത് ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഈ കണക്കുകൾ മറച്ചു വെക്കാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടാക്കുന്നത്. സാധാരണയായി ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികളൊക്കെ തടഞ്ഞു നിർത്തുന്നതിൽ നേരത്തെ തന്നെ അതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കേണ്ടതുണ്ട്. ഈ മാലിന്യം മുക്തമാക്കുക, കൊതുക് നശീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അതൊന്നും തന്നെ നടത്താത്തതാണ് സംസ്ഥാനം ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് കാരണം. 2017 ഇതിനു മുൻപ് ഇതേ ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടായത്. ഈ JN.1 വകഭേദം സ്ഥിരീകരിക്കുന്നു. പകർച്ചപ്പനികൾ വലിയ രീതിയിൽ പടർന്നു പിടിക്കുന്നു. മറ്റു പല രോഗങ്ങളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊന്നും തന്നെ കൃത്യമായി പരിശോധിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത്. കേരളത്തിൽ കൊറോണ കേസുകൾ കൂടുന്നു എന്ന് ആഴ്ചകൾക്ക് മുൻപ് തന്നെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു അറിയിപ്പ് കൊടുത്തത്. ഈ ഒരു സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പുമായിട്ട് ആശയവിനിമയം ഒക്കെ തന്നെ നടത്തി എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറയുന്നുമുണ്ട്. ഇതൊന്നും തന്നെ കേരളം അറിയുന്നില്ല. കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പോഴും നവകേരള സദസ്സിൽ പങ്കെടുക്കുന്ന ആ ഒരു രീതിയിലേക്ക് തന്നെ ആരോഗ്യമന്ത്രി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി ഇപ്പോൾ ഈ കൊറോണ വകഭേദം സ്ഥിരീകരിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളെ പോലും കണ്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മാധ്യമങ്ങളെ കണ്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇതിന്റെ റിലീസ് പുറത്തിറക്കുകയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സംസ്ഥാനത്തെ സാഹചര്യം എന്താണ് എന്നുള്ളത് വിശദീകരിക്കാൻ പോലും ആരോഗ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഈ സംസ്ഥാനത്ത് ഒരു ആരോഗ്യ മേഖലയുടെ ഈ പകർച്ചപ്പനി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രത്യേക പഠനം നടത്തണം. അല്ലെങ്കിൽ ഈ കോവിഡ് രോഗികൾ പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സാഹചര്യം എന്താണ് എന്നുള്ളത് വിശദമായി പരിശോധിക്കണം. അതിലൊരു പ്രത്യേക പഠനം ഉണ്ടാകണം എന്നുള്ളത് നേരത്തെ തന്നെ ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ച ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അതൊന്നും തന്നെ വകവയ്ക്കുന്നില്ല. ഈ പകർച്ചപ്പനി മരണങ്ങളിൽ ഉൾപ്പെടെ പണ്ടുള്ളതിനേക്കാൾ വ്യത്യസ്തമായി പുതിയ ലക്ഷണങ്ങളൊക്കെ തന്നെ പ്രകടമാകുന്നുണ്ട്. ഇതിലൊക്കെ തന്നെ പഠനം നടത്തണം എന്നുള്ളതായിരുന്നു നിർദ്ദേശിച്ച ഒരു കാര്യം. പക്ഷേ അത്തരത്തിലൊരു സമിതിയെ രൂപീകരിക്കുകയോ പഠനവുമായി മുന്നോട്ട് പോവുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സംസ്ഥാനത്ത് ഓരോ ദിവസം കഴിയും തോറും ഈ കോവിഡിന്റെ അതും JN.1 കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സ്വാഭാവികമായും കൂടുതൽ ആളുകളിലേക്ക് അത് റിപ്പോർട്ട് ചെയ്യപ്പെടാനുള്ളൊരു സ്ഥിരീകരിക്കാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ 38 രാജ്യങ്ങളാണ് ഒമിക്രോണിന്റെ JN.1 വകഭേദം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യത്തിൽ അതീവ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ കാണേണ്ടതുണ്ട്. കാരണം കൂടുതൽ ആളുകളിലേക്ക് സാധാരണയായി ഉണ്ടാകുന്ന ചുമ, ജലദോഷം ആ ഒരു രീതിയിലുള്ള ലക്ഷണങ്ങളാണ് ആദ്യഘട്ടത്തിൽ പ്രകടമാകുക. അതിനുശേഷം പിന്നീടായിരിക്കും ഇത് കൂടുതൽ ഗുരുതരമാകുന്നത്. ഈ ഒരാൾ മരണപ്പെട്ടതൊഴികെ മറ്റാരെയും ഇതുവരെ തീവ്രപരിചരണ വിഭാഗത്തിലേക്കൊന്നും തന്നെ മാറ്റിയിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു മുൻകരുതൽ ഉണ്ടാകണം എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം. ആരോഗ്യ വകുപ്പും കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ള ഒരു
അത്തരത്തിലുള്ള ഒരു അഭിപ്രായവും വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയോ സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യം എന്താണെന്നുള്ളത് പരിശോധിക്കുകയോ ചെയ്തിട്ടില്ല.